ഓം ശ്രീ മഹാദേവ്യൈ നമ. അനേന ശ്ലോകേനാഹം പാർവതീദേവീം സ്തൗമി. അയം ശ്ലോകഃ ശാർദൂലവിക്രീഡിതേ വിരചിതയേവ. പട്വീം ദുഷ്ടമഹാസുരാസുഹരണേ ശിഷ്ടാവനേ ചണ്ഡികാം തൃട്യാം ചാത്ര ഭവാടവീ പരിലസച്ഛോകദ്രുമാണാമുമാം നാട്യേ തസ്യ പടോഃ സുധാകരലസന്മൗലേരഹം ധൂർജടേഃ നാരീം താം ജടിലസ്യ വിശ്വജനനീം പ്രാണസ്യ ദേവീം ഭജേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറയാം, കേട്ടോളൂ. ദുഷ്ടമഹാസുരാസുഹരണേ, ദുഷ്ടന്മാരായ വലിയ അസുരന്മാരുടെ പ്രാണനെ ഹരിക്കുന്നതിലും എന്ന് പറയാം. പിന്നെ ശിഷ്ടാവനെ, സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിലും. ഭവാടവി പരിലസച്ഛോകദ്രുമാണാം. ഭവാടവി, ഭവം എന്ന് പറഞ്ഞാല് സംസാരം, സംസാരമാകുന്ന വനം, സംസാര വനത്തിലെ അല്ലെങ്കിൽ സംസാര വനത്തിൽ പരിലസിക്കുന്ന, നന്നായി ശോഭിക്കുന്ന ശോകദ്രുമങ്ങള്, ദുഃഖങ്ങളാകുന്ന വൃക്ഷങ്ങള്. അപ്പോൾ ഈ സംസാരമാകുന്ന ഈ കാട്ടില് ശോഭിക്കുന്ന ദുഃഖങ്ങളാകുന്ന മരങ്ങള്, ദ്രുമങ്ങള്, മരങ്ങൾ, ആ മരങ്ങളുടെ തൃട്യാം, ഛേദനത്തില്. ത്രുട്ടി എന്ന് പറഞ്ഞാൽ ഛേദിക്കുക, ഛേദിക്കൽ. തൃട്യാം എന്ന് പറഞ്ഞാൽ സപ്തമിയാണ്. അപ്പോൾ ഛേദിക്കലിൽ, അത് ഛേദനത്തിലും. പട്വീം, സമർത്ഥയാണ്. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദുഷ്ടന്മാരായ അസുരന്മാരുടെ പ്രാണനെ ഹരിക്കുന്നതിലും. അതൊന്ന്. ശിഷ്ടാവൻ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളെ രക്ഷിക്കുക, അതിലും. പിന്നെ സംസാരമാകുന്ന കാട്ടിലെ ശോഭിക്കുന്ന ആ ദുഃഖങ്ങളാകുന്ന വൃക്ഷങ്ങളെ ഛേദിക്കുക, അതിലും. അവിടെ അത്ര എന്നുണ്ട്, ഇവിടെ എന്നാണ് അർത്ഥം. ഇവിടെ എന്ന് പറഞ്ഞാൽ മതി, ആദ്യം വേണമെങ്കിൽ വയ്ക്കാം ഇവിടെ. അപ്പോൾ ഇവിടെ ഈ സംസാരമാകുന്ന അത്ര ഭവാടവീ പരിലസച്ഛോകദ്രുമാണ്. ഇവിടെ ഈ സംസാരമാകുന്ന കാട്ടില് ശോഭിക്കുന്ന ഈ ദുഃഖങ്ങളാകുന്ന മരങ്ങള്, അവയുടെ ഛേദനത്തിലും. പട്വീം, പട്വിയാണ്, അതായത് സമർത്ഥയാണ്. പടു എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, സമർത്ഥ എന്നർത്ഥമാണ്. പട്വി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം, സമർത്ഥ എന്നർത്ഥം. അപ്പൊ സമർത്ഥയും. പിന്നെ നാട്യേ പടോഹോ, നാട്യത്തില്, അതായത് നൃത്തത്തില് പടുവായിട്ടുള്ള, അതായത് സമർത്ഥരായിട്ടുള്ള. സുധാകര ലസൻ മൗലേഹ്, സുധാകരൻ ശോഭിക്കുന്ന മൗലി, തൻ്റെ തലയോട് കൂടിയവനായിട്ടുള്ള. അപ്പൊ സുധാകരൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ശോഭിക്കുന്ന ആ ശിരസോട് കൂടിയവനും. പിന്നെ അതെ, കൂടിയവനും. പിന്നെ ജടിലസ്യ, ജടിലനാണ്, ജട ധരിക്കുന്നതാണ്, ജടിലനാണ്, അങ്ങനെയുള്ളവനും ആയിട്ടുള്ള. തസ്യ ധൂർജടേഹ്, ആ പരമശിവന്റെ പ്രാണസ്യ നാഡിയും, പ്രാണന്റെ നാഡിയാണ്. അപ്പോൾ ഭഗവാൻ പരമശിവന്റെ പ്രാണന്റെ നാഡിയായിട്ടുള്ളതാണോ ദേവി, അങ്ങനെയുള്ളവളും ആയ. പിന്നെ അങ്ങനെയുള്ള താം ചണ്ഡികാം വിശ്വജനനീം ദേവീം ഉമാം അഹം ഭജേ. ആ ചണ്ഡികയും ദേവിയും ലോകത്തിന്റെ മാതാവുമായിട്ടുള്ള ഉമയെ, അതായത് ആ പാർവതി ദേവിയെ എന്നർത്ഥം, ആ ദേവിയെ ഞാൻ ഭജിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം.